ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൂസേ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പൂജയായിരുന്നു. രാവിലെ ഞങ്ങൾ പോയിട്ട് ഇപ്പോഴാണ് കുറച്ച് നേരമായിട്ടുള്ളൊന്ന് ഫ്രീ ആയിട്ട് കേട്ടോ. പൂജ കഴിഞ്ഞു, പിന്നെ ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റും എല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പുതിയ വീട്ടിൽ, പണിയണ വീട്ടിൽ കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ നല്ല രസം, ഒരു പ്രത്യേക വൈബാ അല്ലമ്മ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം കിട്ടി അവിടെ വന്നിങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളെ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് നമ്മളെ തറവാട്. പടവ് തീർന്നുണ്ട്. ആരൊക്കെയാണ് വരുന്നത്? മെല്ലെ ഷാനു അപ്പൂന്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മളെ ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെയായിട്ട് നമ്മളെ കുടുംബക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ ചെറിയ റീല് ഷോർട്ട് ഇട്ടേന്ന്, അതിൽ ചോദിച്ചിരുന്നു കുടുംബക്ഷേത്രം കാണിച്ചു തരുമെന്ന്. അപ്പോൾ തൊട്ട് പിന്നെ തന്നെയാണ്. അപ്പം അങ്ങനെ ക്ഷേത്രം അങ്ങനെ എല്ലാവരും സമ്മതം അല്ലാതെ നമ്മളിങ്ങനെ കാണിക്കണത് ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങള് ബാക്ക് ഭാഗവും അല്ലേ സൈഡൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നനയ്ക്കാൻ വന്നിരിക്കണം. അപ്പൊ മഴ നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 4 മണി ആയിട്ടുള്ളൂ, പക്ഷെ ഒരു 6 മണി ആയ പോലെ ഉണ്ട്. 4 മണിക്ക് രാവിലെ മഴ പെയ്ത് ഉച്ചയ്ക്കും പെയ്തു. അപ്പൊ ഇവിടെ വന്നാ ഒരു കാര്യം ചോദിക്കട്ടെ. 4 മണിക്കും പെയ്യാൻ ഇങ്ങോട്ട് വാ. മഴ പെയ്തോണ്ട് നമുക്ക് നനയ്ക്കണ്ട, ഒക്കെ അസുഖക്കാരായതുകൊണ്ട്. നോക്കിയാ പന്ത് കൊണ്ടുപോയിട്ട് പന്ത് കളിച്ചോ? പറഞ്ഞു കൊടുത്താ ശരിക്ക് പറഞ്ഞു കൊടുക്കേ. പന്ത് കൊണ്ടുപോയിട്ട് എല്ലാരും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കളിച്ചു. പറഞ്ഞു കൊടുക്കടാ. കളിച്ചോ പന്ത് കളിച്ചോ? ഓന് പറയണെങ്കിൽ പറയാന് ഇന്നൊരു വൈബില്ല. അപ്പൊ സന്തോഷായിട്ടുണ്ടല്ലോ. വെള്ളം കൂടി കുറവായിട്ടാണെന്ന് തോന്നുന്നു. അടിവയറിനൊക്കെ വേദന, കുറച്ച് നേരം വെള്ളം കുടിച്ചാൽ മാറുണ്ടാവും. കാരണം വെള്ളം കുടിക്കാൻ മഹാമടിയാണ്. വെള്ളം ഒരു ഗ്ലാസ് ചായ കൊടുത്താൽ 1/2 ഗ്ലാസ് ചായ അവിടെ തന്നെ വെക്കും. ഇനി വെള്ളം കൊടുക്കണ ചോറിന് വെച്ചാൽ അതൊന്ന് കുടിക്കും, ബാക്കി അവിടെ തന്നെ വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ നേരത്തൊക്കെ ഒരു ചായ ഉണ്ടാക്കി കുടിക്കലൊക്കെയാണ്. അങ്ങനെയല്ല, 4 മണി ചായ എന്നുള്ളത് 7 മണിക്കാവും, ചിലപ്പോൾ 8 മണിക്കാവും. അപ്പോഴൊന്നും ആൾക്ക് കൊടുത്താലും എനിക്ക് വേണ്ടാറ് അങ്ങനെയാണ്. അപ്പം എന്നാൽ വെള്ളം കൂടി കുറവായിട്ടാന്ന് തോന്നുന്നുണ്ട്. അടിവേറെ വേനിക്കാന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് പോകേണ്ടി വരും. അതോ ഇനി വെള്ളം കുടിച്ചാൽ മാറുമോ നോക്കട്ടെ. എന്തായാലും പോകണം, കാരണം വേർപ്പൊട്ടിൽ വേനിച്ചിട്ട് നല്ല വേനുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. എന്താ ഒരു വെള്ളം ഉണ്ടാക്കുക? കൂവൊന്നും ഇല്ലല്ലോ. മരുന്നുണ്ടാടാ അതിന്റെ, ആ ഗുളികന്റെ കുടിക്കേണ്ടി വരും. ഭയങ്കര വേനക്കുണ്ട്. അതിന് നല്ല വേനക്കുണ്ട്, അതിന് തോന്നുന്നു. പിന്നെന്താ, അപ്പൊ ഇതാണ് സാധനങ്ങൾ, പണിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടായിട്ട് ഇനി ബാക്കി പണിക്കല്ലേ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഉച്ചക്ക് ഓനിപ്പോ തൽക്കാലം ഇവിടെ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ കൊണ്ടിട്ടാണ് 2-3 ദിവസം കഴിയും. ഇനി ഞങ്ങൾ ഉച്ചക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ. എന്നിട്ട് വേഗം ഒരു കഷ്ണം ചിരങ്ങിയെടുത്ത് കറി വെച്ചു. ഉച്ചയ്ക്ക് തന്നെ ഉണ്ടെന്നുള്ളൂ. ചിരങ്ങക്കറി, സോയാബീനും പപ്പടവും കുട്ടിയും ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടോ. അപ്പോൾ രാത്രി ഇനിയും അതേപോലെ ലേറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെയല്ല, ലേറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചത് ഞാൻ ഇനിയിപ്പോൾ രാത്രി ഒരു നേരത്തിനായിട്ട് ഇനിയിപ്പോൾ വേറെ കറിയൊന്നും വെക്കണ്ട വിചാരിച്ചപ്പോഴാണ് നമ്മളെ മുരിങ്ങ ഇങ്ങനെ മനസ്സിൽ വന്നത്. ഫ്രണ്ടാണ്. അപ്പൊ നാളൊക്കെ ഞങ്ങൾ മുരിങ്ങ തളിച്ചപ്പോ കുറെ ആൾക്കാർ നല്ലതും പറയും, കുറെ ആൾക്കാർ മോശം പറയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മുരിങ്ങുള്ളൂ നിങ്ങളെ നാട്ടില്, അല്ലെങ്കിൽ ഈ ഒരു കാട് പൊന്തി എന്നുള്ള ഇതിലേക്ക് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ മുരിങ്ങ താളിക്കണ്ടോന്ന് കാണിച്ചു തരുമോ, ഭയങ്കര രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് കാണും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് മുരിങ്ങമരം കേട്ടോ. ഞാൻ നാളെ പൊടിച്ചൂരി കൊണ്ടുപോയിട്ടെന്നാലും അതിൻ്റെ തെഴു വന്നിട്ടുണ്ട്. അതിന് കുറച്ച് ഇല എടുത്തുണ്ടോ നമുക്ക് രാത്രിക്ക് ഒരു മുരിങ്ങ താളിപ്പാക്കാം. മുരിങ്ങ കൊടുത്തേ. എങ്ങോട്ടാണ് തിടുക്കം,
നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും ഓട്ടേ മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ വെയിലത്തും മഴയത്തും പോകരുതേ നാടിൻ്റെ വെട്ടം കളയരുതേ മിന്നാമിനുങ്ങേ. അത്ര ആരും കൈയ്യോട്ടല്ല അപ്പൊ കൈയിട്ട് കൊടുക്കാം അമ്മമ്മക്ക്. ഞാനിട്ട കൈ തോളം മുരിങ്ങിറക്കാൻ. അപ്പോൾ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അത് മതി മതി, നമുക്കൊരു കറക്കുണ്ട്. അപ്പൊ പോയിരുന്നാല് കല്ലോ കല്ലിപ്പെടുത്തേക്കണ്ട. ഞാൻ എടുത്തോണ്ട് ഇപ്പൊ ഇത് മാറട്ടെ, അച്ഛനെ മാറട്ടെ, എന്നിട്ട് ഒപ്പം ചെയ്യാം. ഒപ്പം ചെയ്യാം. ഇപ്പൊ എടുത്തേക്കണ്ട അമ്മ, പൊട്ടക്കല്ലൊക്കെ ഉള്ളിന്ന് പുറത്ത് നിർത്തേക്കണം. നല്ല കല്ലുകളൊക്കെ നല്ല കേട് വരും. ഇപ്പൊ പോവാ. അല്ല ഇപ്പൊ ഇനി പറ്റൂല, ഇപ്പൊ നല്ലൊരു മഴയുണ്ട്, അമ്പലത്തേക്ക് പോവാൻ നേരായിട്ടുണ്ട്. നമുക്ക് ദീപാരാധന സമയത്ത് പോണം. വരൂ. കുട്ടികളൊക്കെ ക്യാമറ പിടിക്കണ്ടേ, കുട്ടികളെ സഹായിക്കുന്നുണ്ട് ഞങ്ങള്. അമ്മ അമ്മ ആദ്യത്തെ മാറ്റ സ്പീഡ് വരുന്നില്ല. ഇവിടെ ഒരാൾക്ക് തീരെ വയ്യ കേട്ടോ. എത്രയും പെട്ടെന്ന് വെള്ളം കൊടുക്കട്ടെ. വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്ഥിരം ഡോക്ടർ ഉണ്ട് വണ്ടൂർ ലുക്കുമാൻ, ഞങ്ങൾക്ക് അയാളോട് പോയി കണ്ട അസുഖമൊക്കെ പമ്പറക്കും. അമ്മ ബാക്കിൽ വരുന്നുള്ളൂ കേട്ടോ. അമ്മേനെ കാത്തുന്നാല് നിങ്ങൾ ഒരാൾ മുന്നിൽ പോകും, ഒരാൾ ബാക്കിൽ വരാം, ഞാൻ ഈ നടുവിലും. അങ്ങനെ കാത്തിട്ട് കാര്യമില്ല, അമ്മ പതുക്കി വരുള്ളൂ. ഇപ്പൊ എത്ര പെട്ടെന്ന് പോയതാ. അപ്പോൾ ആദ്യം പോയിട്ട് ഏട്ടനാദ്യം വെള്ളം ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. വെള്ളം കൊടുത്തിട്ട് വേണം മുരിങ്ങ കറി ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോവാൻ. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു മഴ വരുന്നുണ്ട്, എല്ലാതും കൂടിയാണ് കേട്ടോ. അപ്പം നനയ്ക്കൊരു മഴ കഴിച്ചോളൂ. അതന്നെ, 2 നേരം ഏതായാലും നല്ല മഴ ചെയ്യുന്നുണ്ട്, അപ്പം നനയ്ക്കേണ്ട ആവശ്യമില്ല. താത്ത ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇല്ലല്ല താത്താനെ കാണൂല. കാണൂല. അതെന്നാലും നമ്മളെ വീഡിയോ എടുത്തപ്പോൾ താത്തണ്ടേനെ താത്ത ഇന്ന് പിന്നെ താത്തനോട് പറഞ്ഞിട്ട് തന്നെ ആക്കാൻ വിചാരിച്ചു. ഭയങ്കര കൊതുകാണ്, കൊതുകിന് അട്ടാനും പറ്റേണ്ടത് മുരിങ്ങ. അത് കുഴപ്പമില്ല. അമ്മക്ക് കഴിക്കൂല, ഞാൻ വേഗം ഓടി തടി എടുക്കും, അമ്മയ്ക്ക് അടക്കാൻ കഴിയില്ല. കുറച്ചതായി. അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. വന്നിട്ട് കുറച്ചേരായി. അപ്പൊ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് കയറലും കറണ്ട് പോകലും ഒപ്പായി. അപ്പൊ കുറച്ചേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കറിയൊക്കെ വെക്കാൻ പോണതിന് മുന്നായിട്ട് നമുക്കൊരു വിഷസ് പറയിക്കാണ്ട്. ഒരു കുഞ്ഞ് ബർത്ത്ഡേ ആണ് കേട്ടോ. 7ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത്. അനാ മെഹറി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അപ്പൊ കോഴിക്കോട് കോടഞ്ചേരിയാണ് വീട്. സിലുട്ടിയെ നട്ട വിളിക്കുക. അപ്പൊ 7ാം പിറന്നാള് ആഘോഷിക്കുന്ന സിലുട്ടിക്ക് നമ്മളെ വക 1000 ജന്മദിന ആശംസകൾ. സിലുട്ടി ഹായ്. അപ്പൊ നമ്മളെ ഒരു നാടൻ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളും സിലുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ അപ്പൊ നമ്മൾ തന്നെ ഫോട്ടോ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഫോട്ടോ ഒക്കെ ഒന്ന് കണ്ട് വിഷ് ചെയ്യാം. സിനിമോളെ ഫോട്ടോ കണ്ടില്ലേ? അപ്പൊ എന്നാ മുരിങ്ങ വരും കേട്ടോ. മുരിങ്ങ കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഒരു നേരം ഒരു കറിക്ക് മുരിങ്ങ. അമ്മ അപ്പുറത്ത് ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പൊ ചെറിയ ഉള്ളി ആണ് വേണ്ടത്. നമ്മൾ വല്യുള്ളിയുടെ ഒരു കഷ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കാരണം എന്താന്ന് അറിയണ്ടാവും, ചെറുള്ളി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വല്യുള്ളിന്റെ ഒരു കഷ്ണം എടുത്തതാട്ടോ. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ.
കാര്യമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളിനെ എടുത്തോണ്ട് ചെറുള്ളിയിൽ ഉണ്ടാക്കിയാലാണ് രസം എന്ന് പറയണേക്കാം. നമുക്കൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ വെളുത്തുള്ളിയാണ് ഞങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ താളിപ്പിക്ക് എങ്ങനെയായാലും വെളുത്തുള്ളി ഉണ്ടാവും ഇവിടെ സ്റ്റോക്ക്. അപ്പോൾ പച്ചമുളക് അതൊക്കെ അമ്മ നന്നാക്കണം. ഞാൻ അപ്പഴേന് മുരിങ്ങ നന്നാക്കട്ടെ. കാരണം അതിൽ ഇനി വല്ല മാറാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുരിങ്ങ വരായിരുന്നത് കേട്ടോ. ഇപ്പം നിലത്തൊന്നും പിരിക്കാൻ പറ്റണില്ല കേട്ടോ. കണ്ടോ അപ്പം നില ഇങ്ങനെ സിമെന്റ് ഇട്ടതാണ്. അപ്പൊ വെള്ളം നനവിന് വേണ്ടിയിട്ട് തുണി വിരിച്ചിട്ട് നമ്മൾ വെള്ളമാക്കി ഇട്ടതാണ്. എന്നാൽ കുറച്ചും കൂടി ബലം ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടതാണ്. മറ്റേത് ആകെ നമ്മളെ കാല് തട്ടി കാലുമലൊക്കെ മുറി വരെ ആയിരുന്നു കുത്തിയിട്ട്. അപ്പൊ ഇനിയിപ്പോ അത് പറ്റൂല വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇന്നലെ രാത്രി ചെയ്തതാട്ടോ. സെറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതെവിടുന്ന ഈ വരുന്ന മണ്ണ് കല്ലെടുത്ത് വെച്ചിട്ട് തോന്നണേ. കല്ലെടുത്തോ കുറച്ച് അതാ കാണുന്ന മേല് കാണാണ്ടല്ലോ. ഏത് പൊട്ടക്കനല്ല എടുത്തേ വലുതെടുത്തേക്കണ്ട ഊര ചെയ്യണ്ടെന്ന് ഞാൻ പറയ്ക്ക് ഇത് നാളെ വൈകുന്നേരം ചെയ്യാന്ന്. വലുതെടുത്ത ഊര പോലെ കൈ കാലൊക്കെ നോക്കാം. അപ്പൂസിന്റെ സ്വഭാവം അതാട്ടോ. ഓന് പണി എടുക്കണോടാ കൂടുതൽ വർത്തനം പറയാൻ വെച്ചാൽ വരച്ചിട്ട് ഇതാക്കല്ലേ ചെയ്യലട്ടോ. ചെയ്യലട്ടോ ഊര കെട്ടിയൊന്ന് കൊണ്ടോണ്ടിട്ടോ. കാലാകാലത്തിന് സുഖല്ലാതെ ഇപ്പൊ അമ്മമ്മക്ക് നോക്കിയാ വയ്യാത്തത്. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് ഭയങ്കര താല്പര്യമാണ്. അതാണ്. അപ്പൊ അത് ഞങ്ങൾ മുരിങ്ങ ഒരുയിട്ട് ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് വരട്ടോ ഉണ്ടാക്കാനാകുമ്പോഴേക്കും. അപ്പൊ അതോളം സന്തോഷം പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. വയ്യാന്ന് പറയുന്നുണ്ട്. കൂടുതലാകുകയാണെങ്കിൽ ഒരു ഗുളികന്റെ വേദനന്റെ ഗുളിക ഉണ്ട് അവിടെ. ഒരു അരപ്പൊട്ട് കൊടുത്താൽ മാറും. ഇപ്പൊ വന്നതിന് ശേഷം വെള്ളമൊക്കെ കൊടുത്തു. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാത്ത വെള്ളം ഉണ്ട്. അപ്പൊ നിങ്ങൾ പോയി കിടന്നോളെ. അപ്പൂസ് പിടിച്ചോളൂ കറി ഉണ്ടാക്കുമ്പോ. അപ്പൊ നല്ല മഴ പെയ്തുട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ നീ കേൾക്കും അറിയില്ല. പിന്നെ വെച്ചാൽ ഈ മഴയെ തന്നെ എടുക്കുന്ന എന്താ വെച്ചാൽ കറണ്ട് പോയാല് നല്ല ഇരുട്ടാവും. അപ്പൊ ഒന്നും കാണാൻ പറ്റൂല. അപ്പൊ ഇതുവരെ കുറച്ചൊക്കെ തക്കണ്ടേ. ഇപ്പൊ സൂപ്പറായിട്ട് മഴ ചെയ്തു. പിന്നെ ഏട്ടൻ കിടക്കുകയാണ് കേട്ടോ. സുഖല്ല. അപ്പൊ അപ്പൂസാണ് ഫോണ് ക്യാമറ പിടിച്ചിരുന്നത്. അപ്പൊ നമ്മള് മുരിങ്ങ തളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ മുരിങ്ങ അതന്നെ. മുരിങ്ങ എങ്ങനെ തളിക്കുന്ന അറിയോ? ചെറിയ ഉള്ളി അല്ല സോറി നമ്മള് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണമാണ്. അയ്യോ അപ്പൊ ഇത് ക്യാമറ ഒന്ന് സ്കിപ്പ് ചെയ്ത സാരല്ല. അപ്പൊ അങ്ങനെ പിടിച്ചോട്ടെ ക്യാമറേനെ ഒന്ന്. അതൊന്ന് ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ചെറിയ ഉള്ളി എടുക്കട്ടോ. ചെറിയ ഉള്ളി എടുത്താൽ മതി നിങ്ങൾ ഉണ്ടാക്കുമ്പോ. അതേപോലെ വെളുത്തുള്ളി എടുത്തിട്ട് നല്ലോണം എണ്ണയിൽ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പച്ചമുളകും കൂടി എണ്ണയിൽ മൂത്താല് ആ പച്ചമുളകിന്റെ ഒരു ഇതുണ്ടാവും. മറ്റത് പച്ചക്ക് ഇങ്ങനെ കിടക്കല്ലേ ചെയ്യാ. അപ്പൊ ഇത് രണ്ടും നല്ലോണം ഒന്ന് മൂക്കട്ടെ. താളിപ്പ് പറഞ്ഞാല് എല്ലാവർക്കും അറിയും. എന്നാലും അല്ലേ അറിയില്ല. തളമീനൊന്നും പറഞ്ഞിട്ട് അറിയില്ലല്ലോ. അതാണ് നമ്മള് സിമ്പിൾ ആയിട്ട് കരുതുന്ന പല സാധനങ്ങളും പലർക്കും അറിയില്ല. അതാണ് കേട്ടോ. നമ്മളിവിടെ ഈ ആൾക്കാർക്ക് ഏതും അറിയില്ല. ചെറുത് ഇട്ടാലൊന്നും അറിയില്ല. അതാണ്. പിന്നെ മുരിങ്ങല കണ്ടില്ലേ? എന്താ ഇത് നല്ല ഫ്രഷ് ഇലയാണ്. മഴ ചെയ്തിട്ടൊന്നും ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ല തൂമ്പ് നോക്കി എടുത്ത കാരണം കഴുകൊന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ വേനൽക്കാലത്തെ കണക്കെ കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം പൊടി ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇത് നല്ല ഇലയാണ്. കുറച്ച് വെള്ളത്തിലാട്ടോ താളിക്കുന്നത്. ചെരങ്ങക്കറി കുറച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾക്കത് 4 ആൾക്കും കൂടി എത്തൂലെന്നൊരു തോന്നല്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മുരിങ്ങ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിക്ക് ഒഴിക്കാന് കഞ്ഞിവെള്ളത്തിന്റെ തെളി കേട്ടത്. അപ്പൊ കാണിച്ചെടുത്താ കണ്ടോ തെളി. അതിന്റെ അടിയത്തെ ആ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കറി കട്ടിയായി പോട്ടോ. അപ്പൊ കണ്ടോ നമ്മളെ ഉള്ളി നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ താളിപ്പം നമ്മൾ കുറച്ച് മതിച്ചാല് കുറച്ച് നമ്മളെ കറിക്കനുസരിച്ച് വെള്ളം കൂട്ടുക കുറച്ചൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഉപ്പ് ആവശ്യത്തിന്. പിന്നെ മുരിങ്ങ താളിക്കുമ്പോ ഒരു സംഭവം കൂടി ഉണ്ട്. അമ്മയൊക്കെ മുരിങ്ങ നാളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഈ ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇല ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്താണ് അമ്മമ്മേനെ കാണാൻ അമ്മമ്മേനെ കാണിച്ചു അങ്ങനെയാണ്. അതായത് അപ്പൂസ് ഞങ്ങൾ രണ്ടാളും ഒപ്പം നിൽക്കുമ്പോൾ എടുക്കാൻ പറ്റണതേ. അപ്പൊ മുരിങ്ങ ഇത് ഉള്ളി മൂപ്പിച്ചിട്ട് അരിക്ക് മുരിങ്ങ ഇട്ടിട്ട് ഇളക്കിയിട്ട് അപ്പൊ
അത് വേറൊരു ആ. ഇതുണ്ടാവും ആ പറയുന്നുണ്ട്. മുരിങ്ങയിലയും എല്ലാ എണ്ണയും പിടിക്കും. ഇങ്ങനെയാ ഈ വെള്ളം. ഈ വെള്ളത്തിലല്ലേ ഇല കടന്ന് തിളക്കണത്. അപ്പൊ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാം. രണ്ടും രണ്ട് തരാം. ചില സ്ഥലത്തേക്ക് ഉള്ളിക്ക് പകരം കടുകില് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കഞ്ഞിവെള്ളത്തിന് പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ പച്ചവെള്ളം എന്ന് ചോദിച്ചാൽ എന്തായാലും രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ മുരിങ്ങി മുതിരയും കൂടി വെക്കുന്നു പറയുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അവൻ ഉണ്ടാക്കി വെച്ചില്ല. മുരിങ്ങയും മുട്ട ഉണ്ടാക്കും, മുരിങ്ങയും മുതിര ഉണ്ടാക്കും. നമ്മള് മുതിരിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. അപ്പൊ നമ്മള് ഈ അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് 4 മണി ചായ ഉണ്ട്. 4 മണി ചായ അപ്പുറത്ത് ഇങ്ങനെ കിടക്കണ്. അപ്പൊ ഈ തണുപ്പ് ഇങ്ങനെ മഴ പെയ്ത സമയത്ത് കുറച്ച് ചൂടുള്ള കട്ട. പിന്നെ തോട്ടില് വെള്ളം വരുമ്പോ കാണിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ മഴ പെയ്യുന്ന സമയത്തൊന്നും എന്തെങ്കിലും പ്രശ്നമായിട്ട് കാണിക്കാൻ പറ്റണില്ല. ഇപ്പൊ പിന്നെ തോട്ടിൽ കൂടെ വെള്ളം വരാനുള്ള മഴ പെയ്തില്ല കേട്ടോ. ഒന്നായിട്ട് ഇരുട്ടായിട്ട് വന്നു. പക്ഷെ പെയ്തത് കുറച്ച്, വെള്ളം ഒരിക്കാൻ മാത്രല്ല. അപ്പൊ മഴക്കാലം കഴിയുന്ന മുന്നേ നമ്മള് കാണിച്ചിട്ടുണ്ട് മഴ പെയ്താല്. നന്നാക്കി പെയ്യും. ഇനി കർക്കിടക മാസമൊക്കെ ആകുമ്പോ നല്ല മഴയാണല്ലോ. അപ്പൊ നമ്മളെ മുരിങ്ങ വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളന്ന് ഒപ്പം ചായയും തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിക്ക് ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. പിന്നെ മുരിങ്ങയില ഇട്ട് കൊടുത്താല് കൊറേ നേരം വേവിക്കരുത് കേട്ടോ. കുറച്ച് നേരം വേവിക്കാൻ പറ്റുള്ളൂ. കൂടുതലായത് ഇതിനൊരു കയ്പ്പ് രസം വരും. ചായ തിളച്ചിട്ടു, ചായ ഓഫാക്കി. അപ്പൊ ഇത് ഈ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്ന് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിള വന്നാ മതി. അത്രേ ഉള്ളൂ നമ്മളെ മുരിങ്ങ താളിപ്പ്. അടിപൊളിയാണ്. ഇതിന്റെ ഒപ്പം ഒരു ഉണക്കമീൻ്റെ ഒരു കഷ്ണോ അല്ലേ, സൂപ്പർ സൂപ്പർ. ഒരു അച്ചാറോ ഇനി വേണമെങ്കിലേ. ഉണക്കലും ഈ മുരിങ്ങ തിളച്ചുണ്ടായ മതി. ചോറൊക്കെ പോണ വഴിയാണൂല അല്ലേ. എന്താപ്പോ മുരിങ്ങ താളിപ്പ് ഉഷാറ്. മാറിയാ കുറവുണ്ടോ? ഡോക്ടർ എത്തിക്കോണെന്ന് വരണം അങ്ങട്ട്. അപ്പൊ അവിടെ കിടക്കട്ടോ. അപ്പൊ സുഖല്ലെങ്കിൽ ഞങ്ങൾ ആസ്പത്രിക്ക് പോവാൻ നിൽക്കുകയാണ്. നോക്കട്ടെ ഏതായാലും. അപ്പൊ എന്നാല് നമ്മളെ താളിപ്പ് ഇത്രയുള്ളൂ കേട്ടോ. ഇനിയിപ്പൊ ഈ നേരാത്ത നേരത്തെ നമുക്ക് മുരിങ്ങ താളിപ്പും കുട്ടി ചോറിനെ കാണിക്കാൻ പറ്റൂല. ഇപ്പൊ 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരം സമയം 5 മണി ആയിട്ടുള്ളൂ. ഇനിയിപ്പൊ ഞങ്ങക്ക് കുളിക്കാനും അമ്പലത്തിൽ പോവാനും ഉണ്ട്. കുടുംബക്ഷേത്രത്തിൽ രാത്രി കൂടി പരിപാടി ഉണ്ട്. പരിപാടി വെച്ചാൽ വിളക്ക് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഏട്ടൻ ഇങ്ങനെ ഏറെ എണിച്ചാല് ഡോക്ടറത്തേക്ക് ഞങ്ങൾ പോവാണ്. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ ചെറിയൊരു വിശേഷം നിർത്തുക കേട്ടോ. നാളെ നല്ലൊരു പുതിയൊരു വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ.